കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിവാഹം നടക്കുന്നതിന് ഒക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ്. അപ്പം അത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും ഒരാൾക്കൊന്ന് വിധിച്ചിട്ടുണ്ട്, വിധിച്ചതേ നടക്കൂ എന്ന് പറയുന്നത് പോലെ ജാതകം പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് എപ്പോഴാണ് വിവാഹ സമയം, വിവാഹം ഏത് രീതിയിൽ നടക്കും, അവരവരുടെ തരത്തിനൊത്ത ബന്ധം നമുക്ക് ലഭിക്കുമോ, അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഉള്ള ഒരു പങ്കാളിയെ, സൗന്ദര്യമുള്ള പങ്കാളിയെ നമുക്ക് ലഭിക്കുമോ, ഏത് സമയത്ത് നടക്കാം, ഏത് സമയത്ത് നടന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരാളുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാം. ജാതകാലം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യജ്ഞാല്, ചന്ദ്രാല്, ശുക്രാലൊക്കെ 7-8 ഭാവം ശുക്രൻ നിൽക്കുന്ന സ്ഥാനം. വിവാഹകാരനായിട്ട് ശുക്രനാണ് പറയുന്നത്, മനസ്സിൻ്റെ കാരന് ചന്ദ്രനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ അവരുടെയൊക്കെ നിൽക്കുന്ന ഭാവം, അവരോട് യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ, അവരുടെ കേന്ദ്രരാശിയിൽ ഒക്കെ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ, ഇവയൊക്കെ അപഗ്രഹിച്ചാണ് നമ്മളൊരു വിവാഹ വിഷയം നമ്മൾ ചിന്തിക്കുക. ഒരാളിൻ്റെ വിവാഹം കൃത്യമായ സമയത്ത് വേണം നടക്കാൻ, സമയം തെറ്റി നടക്കാൻ പാടില്ല. പഴമക്കാർ പറയും, ഈ നില ഉഴാനും വിത്ത് വിതയ്ക്കാനും വളം ചെയ്യാനും വെള്ളം ഒഴിക്കാനും വിത്ത് പാകമാവാനും എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് കൃത്യമായ സമയത്ത് വിദ്യാഭ്യാസം കിട്ടണം, കൃത്യമായ സമയത്ത് അത് പ്രയോജനപ്പെടുത്താൻ പറ്റണം, നല്ല തൊഴിൽ ലഭിക്കണം, നല്ല ഒരു പങ്കാളിയെ ലഭിക്കണം, നല്ല വസ്തു, വീട്, വാഹനം, ഉയർച്ച. അപ്പം അങ്ങനെ ആ ഒരു കുട്ടി നന്നായി വരുമ്പോഴേ ആ ഒരു സമൂഹം, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരെയാവുള്ളൂ. അപ്പം ഇപ്പറഞ്ഞ നല്ലൊരു വിവാഹം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും മനസ്സിലെ ഒരു ആഗ്രഹമാണ്. അപ്പം അതിന് പറ്റുന്ന 1-2 ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത്. ജാതകം പരിശോധിച്ച് ജാതകത്തിൽ മറ്റ് ദോഷങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അതിൽ നല്ല വിവാഹം നടക്കാൻ ആദ്യം തന്നെ പഴയ കാലം തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ് തിങ്കളാഴ്ച വ്രതം. ശിവനും പാർവതിക്കും പ്രാധാന്യമുള്ള ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശാന്തി ഭാവത്തിലുള്ള ദേവീക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ദുർഗ, ഭുവനേശ്വരി, ബാലഭദ്ര, വനദുർഗ, പാർവതി, ഇങ്ങനെയുള്ള ലക്ഷ്മി ദേവി, ഇങ്ങനെയുള്ള പല ശാന്ത സ്വരൂപിണികളായിട്ടുള്ള ദേവീഭാവങ്ങളുണ്ട്. ഇവരെയൊക്കെ പ്രദർശിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി വെളുത്ത പുഷ്പങ്ങൾ, ഇപ്പം അവരുടെ ശക്തിക്കനുസരിച്ച് മുല്ലപ്പൂവാവാം, പിച്ചിപ്പൂവാവാം, ട്യൂബ്രോസാവാം, മന്ദാരം, അല്ലെ അങ്ങനെ വെളുത്ത പുഷ്പങ്ങൾ ഏത് തന്നെയായാലും, ഗന്ധരാജനും എന്തും ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട്, വെളുത്ത തെറ്റിപ്പോവാം, അർച്ചന, സ്വയംവര സൂക്തം കൊണ്ട്, മംഗല്യ സൂക്തം കൊണ്ട്, സ്വയംവര മന്ത്രം കൊണ്ട്, സ്വയംവര പാർവതി മന്ത്രം കൊണ്ട്, ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ കൊണ്ട് അർച്ചന അത് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും പോയി ചെയ്യാം. അർച്ചന ചെയ്യുമ്പോൾ നെയ്വിളക്ക്, ശുദ്ധമായിട്ട് നെയ്യ് കൊണ്ടുപോയി ഒഴിച്ച് വിളക്കിലൊഴിച്ച് കത്തിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത്, നെയ്വിളക്ക് കത്തിച്ച് അർച്ചന കഴിക്കുന്നത്, ഭഗവതിക്ക് ഒരു കദളിപ്പഴം നിവേദിച്ച്, സ്വയംവര മന്ത്രത്താ കദളിപ്പഴം നിവേദിച്ച് അത് മേടിച്ച് കഴിക്കുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഒരു നല്ല നിലപാട്, വിവാഹ കാര്യങ്ങളിൽ നല്ല നിലപാട് നമുക്ക് എടുക്കാൻ. ഇപ്പോൾ ഒരാളോട് 10 മിനിറ്റ് സംസാരിക്കണമല്ലേ, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെണ്ണ് കാണാൻ വരുമ്പോൾ എന്തായില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും. നമുക്ക് പറ്റുന്നതാണോ, നമ്മളോട് ചേർന്ന് പോകുന്നതാണോ, നമുക്ക് ആ ഒരു നല്ല നിലപാട് സ്വീകരിക്കാനും ഈ കദളിപ്പഴമൊക്കെ ജപിച്ച് കഴിക്കുന്ന പോലെ നമുക്ക് സഹായകമായിട്ട് വരും. അപ്പോൾ ആ വിവാഹബന്ധം നമുക്ക് വന്നു നിശ്ചയം വരെയായി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് അത് പോകുമ്പോഴും പൊരുത്തത്തിലെ പ്രാധാന്യമുണ്ട്. പൊരുത്തം ശരിയാണെന്ന് നോക്കണം, നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കണം. അതൊക്കെ ചിന്തിക്കേണ്ട ഘടകം തന്നെയാണ്. അപ്പം നമ്മൾ പറയുന്നത് തിങ്കളാഴ്ച വ്രതം പറഞ്ഞു. പൗർണമിക്ക് ചന്ദ്രപ്പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കുന്നത്. സാധാരണ പൊങ്കാലയൊക്കെ നിങ്ങൾക്കറിയാം, എല്ലാം കിഴക്കോട്ടാണ് പൊങ്കാല ഇടുക അല്ലേ. പൗർണമിക്ക് പൊങ്കാല ഇടുമ്പം ഭഗവതിക്ക് പൊങ്കാല ഇടുക. ഭഗവതിക്ക് ആദിപരാശക്തി സങ്കല്പത്തിൽ നമ്മൾ കാലാവസ്ഥ അനുവദിക്കുമെങ്കിൽ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം ശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് അടുപ്പ് കൂട്ടി, അടുപ്പിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് ഗണപതിക്ക് വിളക്ക് കത്തിച്ച് ഗണപതിക്ക് വെച്ച് ഒരു കിണ്ടിയോ ചന്ദനത്തിരിയോ പഴങ്ങളോ ഗണപതി നദിയോ ഒക്കെ വെച്ച് അതിന് ശേഷം തീ കൂട്ടി അവിടെ നമുക്ക് പുതിയ കുടത്തിൽ നമുക്ക് പൊങ്കാല ഇടാം. അപ്പം രാവിലെ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള കാര്യങ്ങളോ കഴിക്കാം. ഉച്ചയ്ക്കും ഗോതമ്പ് കൊണ്ടുള്ള കാര്യങ്ങൾ കഴിക്കാം, പാലോ കുടിക്കാം.
അരിയാഹാരം രാത്രി മാത്രമേ കഴിക്കാവൂ. ഈ പൊങ്കാല പാൽപ്പായസ പൊങ്കാല ഇട്ടിടുന്ന പക്ഷമുണ്ട്, വെള്ളച്ചോറായിട്ടിടുന്ന പക്ഷമുണ്ട്. അപ്പം അത് ഇടുന്നത് അത് 7, 9, 11, 21, 18 അങ്ങനെ പല കണക്കുകളുണ്ട്. അതൊക്കെ പ്രകാരം നമുക്ക് മനസ്സങ്കല്പിക്കുന്ന പോലെ വീട്ടിൽ അശുദ്ധിയൊന്നും ഇല്ലാത്തപ്പം ഇങ്ങനെയുള്ള പൊങ്കാലയൊക്കെ ഇടുന്നത് നന്നായിരിക്കും. പിന്നെ പറ്റുന്നൊരു കാര്യമാണ് മാസത്തിൽ അവനവൻ്റെ നാളിന് ശുഭനക്ഷത്രത്തിൽ പോയിട്ട് നെൽപ്പറ അല്ലെ മഞ്ഞൾപ്പറ വഴിപാട് സമർപ്പിക്കുക. വെളുത്ത ഉടയാടകൾ മാസത്തിൽ അവനവൻ്റെ നാളിന് ഭഗവതിക്ക് സമർപ്പിക്കുന്നത്. മഹാദേവന് തുമ്പപ്പൂ, ഒരു പിടി തുമ്പപ്പൂ പറ്റുവാണ്, ഒരു പിടി തുമ്പപ്പൂവിനകത്ത് ഒരു നാണയം, ഒരു പുരുഷപ്രതിമ എടുത്ത് വീടിന് 3 വലം വെച്ച്, ഇപ്പം സ്ത്രീകളാണെങ്കിൽ പുരുഷപ്രതിമയും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ പ്രതിമയും എടുത്ത് വീടിന് വലം വെച്ച് നല്ല ഒരു യുവതിയെ കിട്ടണമെന്ന് പുരുഷനും, നല്ല ഒരു പുരുഷനെ അല്ലെങ്കിൽ നല്ലൊരു യുവാവിനെ കിട്ടണമെന്ന് സ്ത്രീയും പ്രാർത്ഥിച്ച് പ്രദർശനം വെച്ച് അമ്പലത്തിൽ ചെന്ന് പ്രദർശനം വെച്ച ശേഷം ഈ നാണയവും രൂപവും വഞ്ചിയിലിട്ട് തുമ്പപ്പൂ ഒരു തൂശനിലേക്കകത്താക്കി ഭഗവാന്റെ മുമ്പിൽ കാണിക്കയായിട്ട് വെച്ച് പ്രാർത്ഥിച്ച്, പുരുഷന്മാരാണെങ്കിൽ പൂർണ്ണ നമസ്കാരവും സ്ത്രീകളാണെങ്കിൽ അർദ്ധ നമസ്കാരവും ചെയ്ത് പ്രാർത്ഥിക്കാം. അതുപോലെ മഹാദേവന് കരിക്ക് കൊണ്ട് ധാര നടത്തുന്നതും നല്ല ഒരു ബന്ധം വരുന്നതിന് സഹായകമായിട്ട് വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തമമായിട്ടുള്ള നല്ല ഒരു വിവാഹബന്ധം നടക്കുകയും അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.